പ്രധാനപ്പെട്ട ഒരു വ്യക്തി, അതും കോൺഗ്രസിൽ ഏറ്റവും ശക്തമായി തന്നെ ആ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന നേതാക്കൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ അണികൾക്ക് പ്രചോദനം കൊടുക്കുന്ന വാക്കും പ്രവൃത്തിയും ചെയ്തു വരുന്ന ഒരു വ്യക്തി താക്കോൽ സ്ഥാനത്തെത്തുമ്പോൾ സ്വാഭാവികമായും സ്തുതിപാഠകരായിട്ടുള്ള ആളുകൾക്ക്, ഉപജാപക വൃത്തങ്ങൾക്ക് ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. KC വേണുഗോപാലിനെ പോലുള്ള, മല്ലികാർജുൻ ഖാർഗെ പോലുള്ളവർ എത്രയൊക്കെ വലിയ പദവിയിൽ അലങ്കരിച്ചാലും അവരാരും ജനകീയരല്ല പരിപൂർണമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. നിസ്സംശയം അങ്ങനെ തന്നെയാണ്. കാരണം DK-യോളം ജനകീയരല്ല ഇവരാരും. DK ശിവകുമാർ വരുന്ന അതേ സംസ്ഥാനത്ത് നിന്ന് തന്നെ വരുന്ന മല്ലികാർജുൻ ഖാർഗെക്കോ സിദ്ധരാമയ്യക്കോ പൂർണ്ണമായും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. സിദ്ധരാമയ്യെ പോലെ പാതി വഴിക്ക് കോൺഗ്രസിലേക്ക് കയറി അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി കയറി വന്ന ആളല്ല. ബിസിനസ് പരമായും കുടുംബപരമായും വളരെയധികം സമ്പന്നനായ DK അതിന്റെ പേരിൽ, കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരിക്കുന്നതിന്റെ പേരിൽ നിരവധിയായ BJP-യുടെ പ്രശ്നങ്ങളെ, BJP അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് ED-യെ കൊണ്ടുവന്ന് മിന്നൽ പരിശോധന ഉൾപ്പെടെ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ എത്തുന്ന ചില നേതാക്കളുണ്ട്. അവരൊന്നും DK-യുടെ അത്ര പണക്കാരായിരിക്കില്ലെങ്കിലും അവരൊക്കെ രാഷ്ട്രീയം കളിച്ച് പണക്കാരായി മാറാൻ ശ്രമിക്കുന്നവരും പണക്കാരാകുന്നവരുമാണ്. കർണാടകയിലൊക്കെ സാധാരണ ഒരു MLA 5 കൊല്ലം കഴിയുമ്പോൾ അവരുടെ ആസ്തി അഫിഡവിറ്റിൽ നൽകുന്നത് ശതകോടികളുടെ വർധനവിന്റെ കണക്കാണ്. അതിന് കോൺഗ്രസ് ആയാലും ജനതാദൾ സെക്യുലർ ആയിരുന്നാലും അതല്ലെങ്കിൽ BJP ആയിരുന്നാലും ഇതിൽ ഒരു അറുതി വരാൻ വേണ്ടിയുള്ള നീക്കമാണ്. DK ശിവകുമാർ കൃത്യമായി പറയുന്നു, കോൺഗ്രസിന്റെ ex-MLA-മാർക്കും MP-മാർക്കും നിലവിൽ MLA ആയി തുടരുന്നവർക്കും ഒക്കെ ലെവി ഏർപ്പെടുത്തുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം, കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമേ കോൺഗ്രസിന്റെ കൃത്യമായി ഇലക്ഷൻ ഫണ്ടിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ, കൃത്യമായി വിനിയോഗിക്കാൻ കഴിയും. പക്ഷേ ex-MP-മാരും MLA-മാരും കോൺഗ്രസ് വിട്ട് അധികാരത്തിന് വേണ്ടി, ലെവി അടയ്ക്കാതിരിക്കാൻ വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ പാർട്ടിയെ തള്ളി പറഞ്ഞേക്കാം. ആനുകൂല്യങ്ങളെല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം ആ പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞേക്കാം. പക്ഷേ ഇപ്പോൾ MP ആയിട്ടിരിക്കുന്ന, MLA-മാരായിട്ടിരിക്കുന്ന, MLC-മാരായിട്ടിരിക്കുന്ന ആളുകൾക്ക് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ അവർ തീർച്ചയായും അവരുടെ ശമ്പളത്തിന്റെ, അവരുടെ ആനുകൂല്യത്തിന്റെ ഒരു വിഹിതം പാർട്ടി ഫണ്ടിലേക്ക് ദാനം ചെയ്തേ മതിയാവുകയുള്ളൂ. അതല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് കൃത്യമായും കൊടുത്തേ മതിയാകൂ എന്ന രീതിയിലുള്ള കർക്കശമായ നിയമം നടപ്പിലാക്കാൻ തയ്യാറാകുന്ന രീതിയാണ്. അതായത് കോൺഗ്രസിന്റെ ബൈലായിൽ ചില തിരുത്തലുകളുടെ ആവശ്യം DK തന്നെ മുന്നോട്ട് വെക്കുന്നത് ചില നേതാക്കൾക്കൊന്നും പരിപൂർണമായി സുഖിക്കുന്നില്ല എന്നുള്ളത് വാസ്തവം.